പവിത്രയായി തീർന്ന അഹല്യാദേവി ലോകേശ്വരനായ ശ്രീരാമദേവൻ്റെ അനുജ്ഞയോടുകൂടി ആദിയും തീർന്ന് തൻ്റെ ഭർത്താവായ ഗൗതമ മഹർഷിയെ പ്രാപിച്ച് സുഖമായി വസിക്കുന്നു. ഈ സ്തുതി ഭക്തിയോടെ ശ്രവിക്കുകയും ചൊല്ലുകയും ചെയ്യുന്നവനുണ്ടാകുന്ന പ്രയോജനങ്ങളാണ് പിന്നെ പറയുന്നത്. അവന് മോക്ഷം ഉടനടി സംഭവിക്കുകയും ചെയ്യും. പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാകും അഹല്യ താനും പിന്നെ ലോകേശ്വരനുജ്ഞയാ പൊയ്തു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രപിച്ചുടൻ ആദിയും തീർത്തു വസിച്ചിടിനാൾ അഹല്യയും. സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരുമൈഹിക സൗഖ്യം പുരുഷന്മാർക്കു നൂനം. ഭക്തനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും. പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചിടിൽ അർത്ഥവും ഏറ്റമുണ്ടാം. ഗുരുതൽപകൻ കനകസ്ഥയി സുരാപായി ധരണി സുരഹന്ത പിതൃമാതൃഹ ഭോഗി പുരുഷാദമനറ്റം എങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സദ്വൃത്താനെന്നായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ലായതും.